ഹലോ ഗൈസ്, വെൽക്കം ടു ചിപ്പിക്കുട്ടി ആൻഡ് മീ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയെടുപ്പാണ് കേട്ടോ. പറയെടുപ്പ് എല്ലാ വീടുകളിലും വന്നിട്ട് രാവിലെ വെളിച്ചപ്പാട് വന്നിട്ട് പറയെടുത്തിട്ട് കൂട്ടോ, ചെണ്ടയും മേളമൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചന്ദനത്തിരി കൊളുത്തി വെക്കുകയാണ് കേട്ടോ. ഞാൻ വാഴയിലയിൽ 2 തൂമ്പല എടുക്കുക. തൂമ്പലയിൽ നമ്മൾ കുറച്ച് വെള്ളയരിയും അതുപോലെ തന്നെ പച്ചരിയും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക തുളസി, ചെമ്പരത്തിപ്പൂവ്, പിന്നെ കുറച്ച് ചില്ലറ പൈസയും വെച്ചിട്ട് നമ്മൾ അത് വെക്കും കേട്ടോ. അപ്പോൾ പറ നമ്മൾ അമ്പലത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ ചേട്ടന്മാർ വന്ന് പറയൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെല്ല് നമ്മൾ എടുത്ത് ഇടുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ പറ നിറയ്ക്കുക. അപ്പം ദേവിയുടെ വിഗ്രഹം ഉണ്ടായിരിക്കും, അപ്പോൾ അത് അതിൻ്റെ മുന്നിൽ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 പ്രാവശ്യം അത് നെല്ല് അതിലോട്ട് വാരിയിടുകയാണ് കേട്ടോ ചെയ്യാറ്. പറയിലോട്ട് വാരിയിടുകയാണ് ചെയ്യുക. അതിനുശേഷം ആ ചേട്ടൻ എന്നോട് ചോദിച്ചു ഇത് പൊക്കിയിടാൻ കഴിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു എനിക്കിത് പൊക്കിയിടാൻ കഴിയില്ല, അപ്പോൾ നിങ്ങൾ തന്നെ ചെയ്തോളൂ, ഞാൻ 3 പ്രാവശ്യം ഇങ്ങനെ ഇട്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്തതിന് ശേഷം നമ്മൾ വെളിച്ചപ്പാടിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി. അതൊക്കെ ചെയ്ത് അവർ ബാക്കി കുറച്ച് നെല്ല് നമ്മുടെ ഇലയിൽ വാരിയിട്ട് തരും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഇല വാങ്ങിക്കാൻ വേണ്ടി ആളെന്നെ വിളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ ഇലയൊക്കെ വാങ്ങിച്ച് അതിലേക്ക് കുറച്ച് നെല്ല് വാരിയിടാൻ വേണ്ടിയിട്ട് അവർ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അത് വാങ്ങിച്ചു കേട്ടോ, കയ്യിലേക്ക് വാങ്ങിച്ചിട്ട് അങ്ങനെ വെളിച്ചപ്പാട് പിന്നെ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് ഒഴിഞ്ഞിടും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ചിപ്പിക്കുട്ടിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവളെ കാണിക്കാൻ പറ്റിയില്ല, ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പറയെടുപ്പ് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുമോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.